നാട്ടിൽ നിന്ന് വന്ന സമയത്തെ ആശംഖാൻ്റെ ഉമ്മ തന്നു വിട്ടതാട്ടോ ഈ ഉണക്ക ചെമ്മീനെ. ഇപ്പോഴാണ് സംഭവം ഒന്ന് പുറത്തെടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വെക്കേഷൻ പോയോ എന്ന് ആലോചിക്കൊന്നും വേണ്ട. കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോയ കാര്യമാണ് പറഞ്ഞത്. അവർ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി എടുക്കണോണ്ട് തന്നെ നമുക്കത് വിശ്വസിച്ച് കഴിക്കാനും പറ്റുമല്ല. അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു ചെമ്മീൻ്റെ തലേ പാലം അങ്ങോട്ട് മാറ്റിയെടുക്കണം. അത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു ചെമ്മീനും ഒരു ഇത്തിരി വെളിച്ചെണ്ണ അവിടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു കളറൊക്കെ അങ്ങോട്ട് മാറി വരണം. ആ ഒരു മണം ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. ചെമ്മീൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആ മണം കേൾക്കുമ്പോൾ വലിയ വരുന്ന ആള്. അല്ലാത്തവരുടെ അവസ്ഥ അത് നിങ്ങൾ താഴത്തെ കമന്റിൽ തന്നെ പറഞ്ഞു. അതായിരിക്കും നല്ലത്. ഇനി ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടെ അത് നന്നായിട്ട് ഒന്നാണ് ചതച്ചെടുത്തോളൂ കേട്ടാ. ഈ ചതക്കണ യന്ത്രം അതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. എന്തായാലും എൻ്റെ കാര്യം പറഞ്ഞാലേ. ഇനി ഉണ്ടല്ലോ ഒരു പാനിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് നല്ല ചുമക്കനെ അങ്ങോട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചതച്ചമുളകും പേരിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടാ. എന്നിട്ട് വേണം നമ്മളുടെ ഈ ഒരു ഉണക്കച്ചെമ്മീനോട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി എന്താ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തോ. സംഭവം സെറ്റായിട്ടില്ലേ? ഇത് നമ്മളെ ചോറിലോട്ടെ ഈ ഒരു ഉണക്കച്ചെമ്മീൻ ഉലർത്തിയതും അതേപോലെ തന്നെ രസമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു രസമല്ലാണ്ട് വേറെ അങ്ങനെ ചാറ് കറി ഒന്നും പറ്റുമൊന്നുമില്ല. ഇനി പിന്നെ വേറെ ചാറ് കറി ഇല്ലെങ്കിലും ആ ഒരു ചെമ്മീൻ തന്നെ പോരെ, ധാരാളമാണ് അത് കൂട്ടി കഴിക്കാനായിട്ട്.